LDF-നെ തകർത്ത് തീയിട്ടിട്ട് ഇ.പി. ജയരാജൻ ഇറങ്ങി BJP-യിലേക്ക് പോകേണ്ടതുണ്ടോ? പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാലോ. എന്തായാലും LDF-നെ പൊളിച്ചു തരാം എന്ന് പറഞ്ഞ് 30 വെള്ളിക്കാശ് വാങ്ങിയ ആളാണ് ഇ.പി. ജയരാജൻ. അട്ടിമറിയാണ് ഇ.പി. ജയരാജൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പിൽ നിർനിമേഷനായി നിൽക്കേണ്ട ഗതികേടാണ് പിണറായി വിജയനുണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് മുമ്പ് നടപടി എടുക്കണം. അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരാൻ ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇന്നേ വരെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഹോം മിനിസ്റ്ററാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ്റെ ഈ മക്കൾ അഴിമതിയെക്കുറിച്ചും കുടുംബ അഴിമതിയെക്കുറിച്ചും ഒക്കെ പിൻ പോയിന്റഡായിട്ട് സംസാരിച്ചു. നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പിടിക്കുന്നു പറയുന്നുണ്ട്. ആ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം എത്ര പാടുപെട്ടാണ് പറഞ്ഞത് അല്ലേ? ഒരു രാഷ്ട്രീയമായ തർജ്ജമയിൽ കൂടി CPM-ന് അടി കൊടുക്കുകയും ചെയ്യണമെന്നുള്ള രീതിയിൽ CPM-നെ വഞ്ചിക്കുന്ന യൂദാസാണ് ഇ.പി. ജയരാജൻ. അതോ CPM-ലെ ഒരു വിഭാഗം നേതാക്കളെ അടർത്തിയെടുത്ത് കൊണ്ടുപോകാൻ? അല്ല, അത് വഞ്ചനയ്ക്ക് പല രൂപമുണ്ട്. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അനുരണനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. CPM-നെ ഇതൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഓൾറെഡി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇ.പി. ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തി. 90% ചർച്ചകൾ പൂർത്തിയാക്കിയെന്നാണ്. 90, 93, 87 എന്നുള്ളതിലൂടെ വിഷയമല്ല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ CP ജോൺ. നമസ്കാരം. ഇന്ന് UDF-നെ സംബന്ധിച്ച് സന്തോഷമുള്ള ദിവസമാണ്. പാലക്കാട് മാത്രമല്ല, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉഷ്ണതരംഗമാണ്. അതിശക്തമായ ചൂട്. എങ്കിലും ചൂടിനെ വകവയ്ക്കാതെ വലിയ തോതിൽ ആളുകൾ വോട്ടിങ്ങിനെത്തുന്നു. വോട്ടിംഗ് ശതമാനം 2019-നേക്കാൾ ഉയർന്നു നിൽക്കും എന്ന സൂചനകളാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പുറത്തു വരുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയൊരു സ്ഫോടനം കേരളത്തിൽ നടന്നിരിക്കുന്നു. ഇ.പി. ജയരാജനെ വളരെ ആസൂത്രിതമായി ചിലർ ചേർന്ന് തകർത്തിരിക്കുകയാണ്. ഇ.പി. ജയരാജന് നേർക്കല്ല ആക്രമണം, പാർട്ടിയുടെ നേർക്കാണ് എന്ന് പിണറായി വിജയൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. ഇ.പി. ജയരാജനെ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു. കൂട്ടുകെട്ടുകളിൽ സൂക്ഷ്മത വേണം. അത്തരം കൂട്ടുകെട്ടുകളിൽ ജയരാജൻ പൊതുവെ സൂക്ഷ്മത പുലർത്താറില്ല. ശിവൻ പാപിയോട് കൂട്ടുകൂടിയാൽ ശിവനും പാപിയാകും എന്നുവരെ കടത്തി പറയുകയുണ്ടായി പിണറായി വിജയൻ. എന്തായാലും ഇ.പി. ജയരാജനാണ് ഇന്നത്തെ താരം. ഇ.പി. ജയരാജൻ്റെ ഈ വിഷയം UDF-ന് അനുകൂലമാകുമോ അതോ BJP അതിൻ്റെ നേട്ടം കൊയ്യുമോ? കാരണം ബോംബിട്ടിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഒക്കെ ചേർന്നാണ്. ദല്ലാൽ നന്ദകുമാറിനെ കളത്തിലിറക്കിയിരിക്കുന്നത് UDF ആണ് എന്ന ആരോപണം ഇപ്പോൾ MP ഗോവിന്ദൻ ഉയർത്തിക്കഴിഞ്ഞു. ദല്ലാൽ ആരുടെ ആളാണ്? ഒരുപാട് സംശയങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും ഇ.പി. ജയരാജനെതിരെ ഇപ്പോൾ ഇങ്ങനൊരു ആരോപണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? വാസ്തവത്തിൽ താങ്കൾ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ, കേരളത്തിൽ പ്രത്യേകിച്ചും പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലൊക്കെ ഉഷ്ണതരംഗമുണ്ട്. പക്ഷേ കേരളത്തിലുടനീളം ഞാൻ 17 മണ്ഡലങ്ങളിൽ പ്രസംഗിക്കുകയും യാത്ര ചെയ്യുകയും എല്ലാം ചെയ്തു. അതിൽ ഒരു UDF തരംഗം 2 ആഴ്ചയായിട്ട് സെറ്റ് ചെയ്തിരുന്നു. അതിനെ മറികടക്കാൻ BJP-ക്കോ CPM-നോ സാധിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വലിയ ബോംബ് പൊട്ടിയത്. ആ പൊട്ടിയ ബോംബ് ഈ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ബാധിക്കുക, ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും അനുരണനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. CPM-നെ ഇതൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഓൾറെഡി. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇ.പി. ജയരാജൻ BJP-യിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തി. 90% ചർച്ചകൾ പൂർത്തിയാക്കിയെന്നാണ്. 90, 93, 87 എന്നുള്ളതിലൂടെ വിഷയമല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല, ഇതിന് മുൻപ് തന്നെ ഞങ്ങൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇവിടെ മത്സരിക്കുന്ന BJP-യുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ മൾട്ടി മില്യണറാണ്. രാജീവ് ചന്ദ്രശേഖർ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്ന് നേരത്തെ ഇ.പി. ജയരാജൻ പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ BJP-യും LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഇ.പി. ജയരാജൻ ഒരു ട്രോജൻ കുതിരയാണ്. BJP CPM-ൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ട്രോജൻ കുതിരയാണ് ഇ.പി. ജയരാജൻ എന്നുള്ള കാര്യം വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബിസിനസ് ബന്ധം ആദ്യമേ തുടങ്ങി.
EP ജയരാജനും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടാക്കിയിട്ടാണല്ലോ കണ്ണൂരിലെ റിസോർട്ട് ആയുർവേദ റിസോർട്ടിൻ്റെ നടത്തിപ്പ് കൊടുത്തത്. ബിസിനസ് പാർട്ട്ണർമാരായി. അതിനുശേഷം അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനെ പുകഴ്ത്തി. ഇന്നിപ്പോൾ പറയുന്നു, ഞാനിങ്ങനെ മകൻ്റെ ഫ്ലാറ്റിൽ മകൻ്റെ ബർത്ത്ഡേക്ക് ചെന്നപ്പോൾ ഒരാളിങ്ങനെ സിറ്റിംഗ് റൂമിലേക്ക് വരുന്നു. അടുത്തടുത്ത് വരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വയസ്സായല്ലോ, എനിക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല, വെള്ളമെഴുത്തൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെയാണ് ക്ലോസപ്പ് ആയപ്പോഴാണ് മനസ്സിലായത് പ്രകാശ് ജാവ്ദേക്കറാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയി. ഇതിനെക്കുറിച്ച് MBR ഒരു കഥ പറയും. അതൊന്ന് പറയാം. അദ്ദേഹം EP പറഞ്ഞത് മകനോട് ആദ്യം ചോദിച്ചു, ജാവ്ദേക്കർക്ക് ചായ കൊടുക്കണം എന്ന് പറഞ്ഞു. പുറത്തേക്ക് അപ്പോൾ ഈ ജാവ്ദേക്കറും പോയില്ല, അയാളോട് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ MBR എപ്പോഴും തമാശ പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഒരാൾ മറ്റൊരാളുടെ വീട്ടിൽ തേങ്ങയിടാൻ വേണ്ടി തെങ്ങിൻ്റെ മുകളിൽ കയറി രാത്രി. അപ്പോൾ ഉടമസ്ഥൻ വന്നിട്ട് ടോർച്ചടിച്ച്, എന്താടാ തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ടുള്ളത്? അല്ല, അത് വഴി തെറ്റിയിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറിയതാണ്. വഴി തെറ്റിയിട്ട് തെങ്ങിൻ്റെ മുകളിലാണോ കയറുന്നത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് EP ജയരാജൻ. EP ജയരാജൻ്റെ വീട്ടിലേക്ക് വഴി തെറ്റിയിട്ടാണ് ആര് ജാവ്ദേക്കർ കയറുന്നത്. അയാൾ ആ വഴിക്ക് തന്നെ പോവുകയാണേ ആക്കുളത്ത്. അല്ല, അവിടുത്തെ വികസനം ഒക്കെ എത്തി നോക്കാൻ അത് ഭയങ്കരമാണല്ലോ. അപ്പോൾ അവിടുത്തെ ആക്കുളത്ത് അതെ അതെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ബഹുനില മന്ദിരത്തിലേക്ക് ഈ തേങ്ങയിടാൻ തെങ്ങുമ്മ കയറിയ പോലെ അങ്ങോട്ട് ആ ലിഫ്റ്റിലും കയറി പോവുകയാണ്. പിന്നെ ജയരാജൻ രാഷ്ട്രീയമൊന്നും പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇതാരെയാണ് ഇവർ പറ്റിക്കുന്നത്? അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങുകയും തൻ്റെ CPM-നകത്തുള്ള അതികഠിനമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രാഷ്ട്രീയമായ തർജ്ജമയിൽ കൂടി CPM-നൊരു അടി കൊടുക്കുകയും ചെയ്യണമെന്നുള്ള രീതിയിൽ CPM-നെ വഞ്ചിക്കുന്ന യൂദാസാണ് EP ജയരാജൻ. അതോ CPM-ലെ ഒരു വിഭാഗം നേതാക്കളെ അടർത്തിയെടുത്ത് കൊണ്ടുപോകും? അല്ല, അത് വഞ്ചനയ്ക്ക് പല രൂപമുണ്ട്. എന്തായാലും ഇവിടെ അനിൽ ആൻ്റണി പോയി, പത്മജ വേണുഗോപാൽ പോയി എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും മത്താപ്പുകളായിരുന്നു അല്ലേ? ഇതാണ് ഗുണ്ട്. പിണറായിയോളം തലപ്പൊക്കമുള്ള നേതാവെന്നാണ് ശോഭാ സുരേന്ദ്രൻ. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്, ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. ഇപ്പം കേന്ദ്ര കമ്മിറ്റി അംഗം എത്രയോ നാളായിട്ട് LDFൻ്റെ കൺവീനർ, പാർട്ടിയിലെ ഏറ്റവും കടുപ്പമുള്ള ജോലികൾ ചെയ്യുന്ന ആൾ. അതായത് ദേശാഭിമാനിയുടെ ചുമതല എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. അതിൻ്റെ പേരിൽ പലപ്പോഴും 2.5 കോടി ഉറുപ്പിക വാങ്ങിക്കുന്നതിൻ്റെ ആക്ഷേപമുണ്ടായി. ഫണ്ട് മൊബിലൈസറാണ്, വലിയ ഓർഗനൈസറാണ്. നിസ്സാരക്കാരനോ EP ജയരാജൻ ഒരു മണ്ടനൊന്നുമല്ല. അപ്പോൾ EP ജയരാജനിലൂടെ BJP ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തേക്ക് പാലമിട്ടിരിക്കുന്നു. ഇത് CPM എന്ത് പറയുന്നു എന്നുള്ളതാണ് സ്വയംഭവൻ്റെ ചോദ്യം. എന്താ ഇത്രയും ദിവസം സമയമായല്ലോ, എന്താ യെച്ചൂരി മിണ്ടാത്തത്? അല്ല, പിണറായി വിജയൻ EP പൂർണ്ണമായി തള്ളി പറഞ്ഞില്ല. അവിടെ എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ടെലിവിഷനിൽ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് EP ജയരാജൻ പലപ്പോഴും ഇങ്ങനെ ജാഗ്രത കാണിക്കുന്ന ഒരാളല്ല, എല്ലാവരുമായിട്ട് കൂട്ടാം. അവൻ്റെ നമ്മൾ ചില ഈ വലിയ വലിയ ആളുകൾ അവരുടെ മക്കളെ, ദുർനടപ്പുകാരായ മക്കളെ ഇങ്ങനെ ന്യായീകരിക്കും. അങ്ങനെയാണ് അവർ നശിക്കുക. അല്ല, ഒരു കുടുംബത്തിൽ പല സ്വഭാവം. അപ്പോൾ അത് പറയുമല്ലോ, അവൻ്റെ ഒരു കുസൃതി എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞ് തിരുത്തേണ്ടത് തിരുത്താതെ ഇപ്പോൾ ഇന്നും പിണറായി വിജയൻ ഫലത്തിൽ തള്ളയോ എന്ന് ചോദിച്ചാൽ തള്ളി, അല്ലെങ്കിൽ തള്ളിയില്ലേന്ന് ചോദിച്ചാൽ തള്ളിയില്ല. കർശനമായ നിലപാട് പിണറായി വിജയൻ എടുത്തോ? അല്ല, അവിടെ പിണറായി വിജയൻ ഭയക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നലെ K. സുധാകരൻ പറഞ്ഞിരുന്നു, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിരുന്നു. ജാവ്ദേക്കർ വന്നത് ലാവ്ലിൻ കേസിന്റെ സെറ്റിൽമെന്റും അവിടെയാണ് 2 സീറ്റുകളുടെ സെറ്റിൽമെന്റും മുന്നോട്ട് വെച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ജയരാജൻ BJPയിലേക്ക് പോകുക എന്നുള്ളത് മാത്രമല്ല, ഇത് ദല്ലാൽ ഞങ്ങൾ ഇവിടെ UDF എത്രയോ കാലമായി പറഞ്ഞ ഒരു നെറേറ്റീവാണ്. അത് പ്രതിപക്ഷ നേതാവ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട്, രമേശ് പറയാറുണ്ട്, ഞങ്ങളല്ല ഒന്നും എനിക്ക് പറയാറുണ്ട്. CPM-ഉം BJPയും തമ്മിൽ ഇവിടെ കൊള്ളക്കൊടുക്കലുണ്ട്. ഈ ഗവൺമെൻറ്റിനെ നിലനിർത്തി കൊടുക്കാമെന്ന് BJPയും കോൺഗ്രസിനെ പരാജയപ്പെടുത്തി കൊടുക്കാമെന്ന് CPM-ഉം, പ്രത്യേകിച്ചും 20 സീറ്റ് BJPക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. വിജയനെ ചോദ്യം ചെയ്യും എന്നൊക്കെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞിട്ടും ഇന്ന് ഈ ദിവസം സ്വർണ്ണക്കടത്ത് എന്തെങ്കിലും ചെയ്തോ? അതെ, സ്വർണ്ണക്കടത്തിലാകെ കൂടെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ജയിലിൽ പോയി എന്നല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല നമ്മുടെ സ്വപ്ന സുരേഷ്. അല്ല, LDF കൺവീനറുടെ വീട്ടിൽ
പ്രകാശ് ജാവ്ദേക്കർ പോയെങ്കിൽ അത് BJP അന്വേഷിക്കണ്ടേ? BJP പറഞ്ഞിട്ടല്ലേ പോയത്. BJP ജാവ്ദേക്കർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് പോണത് അല്ലേ? അല്ല, ഇപ്പൊ ശോഭ സുരേന്ദ്രൻ എന്തായിരുന്നു ജാവ്ദേക്കറുടെ ധർമ്മം അല്ലെങ്കിൽ കർമ്മം അല്ലെങ്കിൽ അവരുടെ ദൗത്യം? മറ്റു പാർട്ടികളിലെ തലയെടുപ്പുള്ള നേതാക്കളെ BJP-യിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ പാർട്ടികൾക്കകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ആ കാര്യത്തിൽ ജാവ്ദേക്കർ ഗോൾഡ് മെഡൽ നേടി, വിജയിച്ചില്ലേ? കോൺഗ്രസും നാളെ കൊണ്ടുവന്നു, കെ കരുണാകരൻ്റെ മകളെ കൊണ്ടുപോയി, അതുപോലെ തന്നെ AK ആന്റണിയുടെ മകനെ കൊണ്ടുപോയി, ഇപ്പോൾ DYFIയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കി, കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമ്മറിയായിട്ട് ഇന്ന് വൈകുന്നേരം EP ജയരാജനെ സസ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയും CPM-ന്റെ ആന്തരിക ബലം നഷ്ടപ്പെട്ടു. അല്ല, VD സതീശൻ പറയുന്നത് ഇതിലെ ഒന്നാം പ്രതി പിണറായി വിജയനാണ്, EP ജയരാജൻ്റെ മേൽ എല്ലാ പഴിയും കെട്ടിവെച്ച് ഇപ്പോൾ അല്ല, അത് EP ജയരാജൻ്റെ പേരിൽ നടപടിയെടുക്കാൻ ധൈര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നടപടി എടുക്കണമെങ്കിൽ പിണറായി ക്ലിയർ ആവണ്ടേ? ഇപ്പം എല്ലാവർക്കും ഈ കണ്ണൂരിലെ ഒരു കൊള്ളസംഘമായിരുന്നല്ലോ ഇത്. ഞാനിത് സാമ്പത്തിക കൊള്ളയെക്കുറിച്ചല്ല പറഞ്ഞത്. ഇവർ 2-3 ജയരാജന്മാരും അതുപോലെ തന്നെ ഈ പിണറായി വിജയനും വിജയ ജയരാജന്മാർ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അതിൽ MV ജയരാജനാകുന്ന കുറച്ചൊന്ന് കൊതറി മാറി ഈ കൂട്ടുകെട്ടുന്നു. ബാക്കി P ജയരാജൻ കൊലപാതക രാഷ്ട്രീയം, MV ജയരാജൻ യഥാർത്ഥ കൊള്ളയും അതുപോലത്തെ സംഗതികളും. പിണറായി വിജയൻ ഞാൻ അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വിളിച്ചത് ദ ബെസ്റ്റ് ഹോം മിനിസ്റ്റർ ഇൻ ഇന്ത്യ. ഹോം ഇന്നേ വരെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഹോം മിനിസ്റ്ററാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ്റെ ഈ മക്കൾ അഴിമതിയെക്കുറിച്ചും കുടുംബ അഴിമതിയെക്കുറിച്ചും ഒക്കെ പിൻ പോയിന്റഡായിട്ട് സംസാരിച്ചു. നരേന്ദ്രമോദിയെക്കുറിച്ച് പറയാതിരിക്കുന്നത് നല്ലത്. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം കരുവന്നൂർ ബാങ്ക് എന്നൊക്കെ പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആ കരുവന്നൂർ ബാങ്കിനെ കുറിച്ചൊക്കെ അദ്ദേഹം എത്ര പാടുപെട്ടാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രധാനമന്ത്രി താന്ന് പറക്കുകയാണല്ലോ, അത് വേറൊരു വിഷയമാണ്. അവസാനം മട്ടൻ കഴിച്ചതും ചിക്കൻ കഴിച്ചതും ഒക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീല് നടന്നു എന്ന് കൃത്യമായി, അതായത് CPM-ന്റെ പിണറായി ഗ്രൂപ്പുമായി BJP-ക്ക് ഡീലുണ്ട്, അതാണ് വിഷയം. അതിൽ MA ബേബിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, മനസ്സിലായി. അതേപോലെ സീതാറാം യെച്ചൂരിക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പിണറായി EP കൂട്ടുകെട്ടിന് കൃത്യമായ ഡീലുണ്ട്. അതിൻ്റെ ഒരു കാര്യസ്ഥപ്പണിക്ക് അപ്പുറത്തേക്ക് MV ഗോവിന്ദനില്ല. അപ്പോൾ EP ജയരാജൻ ഒരു ചാവേറായിരുന്നോ? EP ജയരാജൻ ചാവേറല്ല, EP ജയരാജനും MV ഗോവിന്ദനും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റ് വന്നല്ലോ. അപ്പോൾ MV ഗോവിന്ദൻ വന്നതോടുകൂടി ഇനി തൻ്റെ മുകളിലേക്കുള്ള പ്രയാണം അവസാനിച്ചു എന്ന് മനസ്സിലാക്കി അദ്ദേഹം ബാർഗെയിൻ ചെയ്തതാണ് BJP-യുമായി. അല്ല, പാർട്ടിക്കകത്ത് ബാർഗെയിൻ ചെയ്ത് മിണ്ടാതിരിക്കലും MV ഗോവിന്ദൻ്റെ പരിപാടിക്ക് പോകാതിരിക്കലും. അങ്ങനെ MV ഗോവിന്ദൻ്റെ പരിപാടിക്ക് ഇടയ്ക്കാണല്ലോ രാമനിലയത്തിലെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ഗോവിന്ദൻ അന്ന് കേരള യാത്ര നടത്തിയപ്പോൾ EP ജയരാജൻ വെണ്ണലയിലുള്ള ദല്ലാൽ നന്ദകുമാറിൻ്റെ വീട്ടിലെത്തി. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പോൾ MV ഗോവിന്ദനെ കൊണ്ടുവന്ന നടപടിയിലുള്ള പ്രതിഷേധത്തിൽ അങ്ങേയറ്റം വ്രണപ്പെട്ട സിംഹമായിരിക്കുകയായിരുന്നല്ലോ EP ജയരാജൻ. അത് പാർട്ടിയോട് ഇങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ട് നടക്കുന്നില്ല. എന്നാൽ പിന്നെ BJP-യുമായിട്ട് ബാർഗെയിൻ ചെയ്യും. അവിടെയാണല്ലോ ഇപ്പോൾ തുറന്നു കിടക്കുന്ന മൈതാനം. അതാണോ ഇനി പിണറായി വിജയനെ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ലാവ്ലിൻ കേസ്, മകളുടെ മാസപ്പടി, അത് പലതും ഉണ്ടല്ലോ. അവരുടെ സ്ഥിതിയും വളരെ പ്രശ്നമാണല്ലോ. പിണറായിയുടെ സ്ഥിതിയും വളരെ കഷ്ടമാണല്ലോ. കാരണം ഒരു കരിമണൽ കമ്പനിയിൽ നിന്ന് 1,75,00,000 വാങ്ങിച്ചു ഇരിക്കട്ടെ, അതൊരു ക്രൈമൊന്നല്ലല്ലോ. ഒരു കമ്പനി വാങ്ങിച്ചു, അതങ്ങ് തിരിച്ചു കൊടുക്കായിരുന്നില്ലേ? കടം മേടിച്ചാണ്. കടമല്ല, തെറ്റായിട്ടുള്ള രീതിയിൽ ഫീസ് വാങ്ങി സേവനം കൊടുക്കാത്തതിൻ്റെ പേരിൽ വിമർശനം വന്നത് എന്താ തിരിച്ചു കൊടുക്കുക? അതാണ് എൻ്റെ പോയിന്റ്. അല്ല, അപ്പോൾ ജനം പറയില്ലേ? ജനം ഇപ്പോൾ പറയുന്നില്ലേ? ഇപ്പോൾ കാശ് കയ്യിൽ വെച്ചിട്ടല്ലേ ചീത്ത പേര്. അപ്പോൾ കാശ് കളയാൻ വയ്യ. ഞാൻ CPM-ൽ തന്നെ ഒരാളോട് ചോദിച്ചു, നിങ്ങൾക്ക് അത്രയും ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ. അല്ല, ഒറ്റ കേസിൽ 1 കോടി രൂപയാണ് കർണാടക ഹൈക്കോർട്ടിൽ കേസിന് ചിലവായത്. അപ്പോൾ ആ പണമൊക്കെ വേണ്ടേ? അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വന്തം മക്കളുടെ ബിസിനസ് സംരക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെന്ന് പറഞ്ഞാൽ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഇറ്റ് ഈസ് ടു മച്ച്.
കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ പണ്ടൊക്കെ അതൊരു അശ്ലീലമാണ്. എല്ലാ സ്വത്തും വിട്ടുകൊടുത്ത EMS നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നിപ്പോൾ ഞാൻ തരൂരിനോടൊപ്പം വോട്ട് ചെയ്യാൻ പോയപ്പോൾ ആ ചേച്ചിയും ഭർത്താവോടെ ഉണ്ട്, EMSൻ്റെ മകളും മരുമകനും. അവർക്ക് സാധാരണക്കാരായ മനുഷ്യരാണ്. പിന്നെ സോയ്മോൻ EMSൻ്റെ ജനിച്ച വീട് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ ടീമിനെ വിട്ട് ഈ സാഹചര്യത്തിലൊന്ന് അത് കാണണം. ഞങ്ങൾ രാഷ്ട്രീയമായിട്ടൊക്കെ അദ്ദേഹത്തെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾ ഏലംകുളം മാനയെ ഒന്ന് പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം വിത്ത് നോ കമൻസ്. ഇതാണ് ഏലംകുളം, എവിടെയാണ് ഏലംകുളം ശങ്കരൻ നമ്പൂതിരിപ്പാട് ജനിച്ചത് എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട്. അതെ, കവടിയാർ പാലസിനേക്കാളും വലിയ കൊട്ടാരത്തിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ആ സ്വത്തുക്കളെല്ലാം വിറ്റ് പാർട്ടിക്ക് കൊടുത്ത് പാവപ്പെട്ട മനുഷ്യർ അവരുടെ പശുക്കുട്ടികളെയും സാധാരണ സ്വത്തും വിറ്റ് കൊടുത്തുണ്ടാക്കിയൊരു പാർട്ടിയല്ലേ. EMS ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കാളിക്കുട്ടി എന്ന് പറയുന്നൊരു സ്ത്രീയോട്. EMS മകനെ കാണാൻ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല ജനിച്ചിട്ട്. അപ്പോൾ ആശുപത്രിയിലെ ജയിലിൽ കിടക്കുക. അപ്പോൾ EMSനോട് രാത്രി പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വന്നോളാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഈ സ്ത്രീയുടെ അനുവാദമുണ്ട്. EMS വളരെ ഡിസിപ്ലിൻഡാണ്. തിരിച്ചു വന്നു. അപ്പോൾ EMS തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല കാളിക്കുട്ടി ഞാൻ തിരിച്ചു വന്നില്ലെങ്കിലോ നിങ്ങളുടെ ജോലി പോകുമല്ലോ, നിങ്ങൾ അറസ്റ്റ്. അല്ല, അത് തിരുമേനി പോയിട്ട് വരാതിരിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പാവപ്പെട്ട ആളുകളുടെ കൂടെ കുടിലുകളിൽ താമസിച്ചുണ്ടാക്കി പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇന്നിവർക്ക് കൊട്ടാരങ്ങൾ പോരാ, വീടൊന്നും പോരാ. അവർക്ക് കൊട്ടാരങ്ങൾ വേണം, ബിസിനസ്സുകൾ വേണം, വലിയ വലിയ ഷെയറുകൾ വേണം, മൾട്ടി മില്യണറായിട്ടുള്ള BJP നേതാവുമായിട്ട് കൂട്ടുകമ്പനി വേണം. അപ്പം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ് നമ്മളെല്ലാം താലോലിച്ച സ്വപ്നങ്ങൾ മാറുന്ന ലോകത്തിലെ ഒരു വേറിട്ട ഒരു വികസിത രൂപമില്ലേ അത്? ഇപ്പോഴത്തെ ഒരു വികസന സംസ്കാരം. വികസിത സംസ്കാരം എന്നല്ല അതിന് പറയും, വികൃത സംസ്കാരം എന്നാണ് പറയേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മുതലാളിമാരാവരുതല്ലോ. മുതലാളിമാരുടെ മക്കളായി ജനിച്ചവർ വരെ പാർട്ടിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു. മക്കളുടെ കയ്യിലൊക്കെ ആവശ്യത്തിന് പണമില്ലെങ്കിൽ അവർ ദുർനടപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധാർമികതയിലൂടെ പണം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കില്ലേ? ഏറ്റവും വലിയ അധാർമികമായി പണം ഉണ്ടാക്കലല്ലേ കമ്മ്യൂണിസ്റ്റ് ഡിക്ഷണറിയിൽ? അതെ, അതാണല്ലോ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനതിനെക്കുറിച്ച് ദീർഘമായി പറയാം. എന്തായാലും ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇന്നും നാളെയുമായിട്ട് EP ജയരാജൻ്റെ പേരിൽ പോളിറ്റ് ബ്യൂറോ നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഞാൻ ആ പോളിറ്റ് ബ്യൂറോയെ പിന്നെ പൊളിഞ്ഞ ബ്യൂറോ എന്ന് വിളിക്കുന്നത് നല്ലത്. അല്ല, LDF കൺവീനർ സ്ഥാനം അത് ഒഴിയണ്ടേ? പാർട്ടി നടപടിയെടുക്കണ്ടേ? പാർട്ടിയുടെ അനുവാദമില്ലാതെ എന്തിന് കണ്ടു? 1. 2, എത്രയോ നാളായല്ലോ കണ്ടിട്ട്. ഈ കണ്ട കാര്യം പാർട്ടിയോട് പറഞ്ഞു എന്നുള്ളത് പാർട്ടിയെ പറയേണ്ടത്. പക്ഷേ MP ഗോവിന്ദൻ ഇന്ന് പറഞ്ഞു ഈ വിവാദത്തിന് ഇന്നത്തെ ഒരു ദിവസത്തെ ആയുസേ ഉള്ളെന്ന്. അത് അദ്ദേഹം സമാധാനത്തിന് പറയും. എൻ്റെ ചോദ്യം MP ഗോവിന്ദനോട്, ജാവേദ്കർ എൻ്റെ വീട്ടിൽ വന്നിരുന്നു, ഞങ്ങൾ ഇന്നെത്രാം തീയതി സംസാരിച്ചിട്ടുണ്ട്, അത് പാർട്ടിയിൽ EP ജയരാജൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അതുണ്ടാവില്ല. എനിക്കറിയില്ല, ഞാൻ ഇല്ലാതെ പറയുന്നില്ല. പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, മകൻ്റെ വീട്ടിലാണ്, EP ജയരാജൻ്റെ വീട്ടിലല്ല. EP ജയരാജനെ വീട്ടിൽ വെച്ചിട്ടാണോ ഹോട്ടലിൽ വെച്ചിട്ട് കണ്ടോ എന്നുള്ളതല്ല. ജാവേദ്കർ എന്ന് പറയുന്ന BJPയുടെ സമുന്നതനായ നേതാവ്, നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്നെ വന്നു കണ്ടു എന്ന കാര്യം പാർട്ടിയിൽ പറയണ്ടേ? അല്ല, ഒരു വ്യക്തിപരമായ കാര്യത്തിലാണെങ്കിലും വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഇപ്പം ഞാനൊരു ജനറൽ സെക്രട്ടറി ആണല്ലോ CMPയുടെ. അതെ, എന്നെ ഒരാൾ വന്ന് കാണുന്നു, ഔദ്യോഗികമായിട്ട് ഒരാൾ കാണുന്നു ഇരിക്കട്ടെ, ഞാൻ എൻ്റെ പാർട്ടി കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി സെൻറ്ററിൽ പറയണ്ടേ ഇവിടെ ഇന്ന ആൾ വന്നിട്ടുണ്ട്. ഇപ്പം എന്നെ പലരും കണ്ട്, ഞാൻ MPR കാലത്ത് പല നേതാക്കന്മാർ എതിർ പാർട്ടിയിൽ നിൽക്കുന്നവർ കാണുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? MPR പറയുന്നത് എത്ര മണിക്ക് ഇന്ന ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കാണാൻ ഞാൻ പോകുന്നുണ്ട്. അവർ പാർട്ടിപരമല്ലാതെ നിങ്ങൾ എതിർ പാർട്ടിക്കാരെ കാണാൻ പാടില്ല. അല്ലെങ്കിൽ അത്രയും കടുത്ത സുഹൃത്തുക്കൾ, ഏത് ദീർഘകാലമായ സുഹൃത്തുക്കൾ. ഇപ്പോൾ എനിക്കൊക്കെ ധാരാളം മറ്റു പാർട്ടികളിലെ സുഹൃത്തുക്കളുണ്ട്. അത് മറ്റൊരു ആരോപണം കൂടി തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ദില്ലിയിൽ വെച്ച് രാജീവ് ചന്ദ്രശേഖരും ശോഭാ സുരേന്ദ്രനും EP ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നോ? അല്ല, നേരത്തെ. അല്ല, ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യം ശോഭ ശരിവെച്ചതാണ്. ദില്ലിയിൽ വെച്ച് ചർച്ചകൾ നടന്നു, അതിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നുവെന്ന് ദല്ലാളാണ് പറഞ്ഞത്. അതെ, അപ്പോൾ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളതിന് ഉറപ്പല്ലേ? അന്ന് എന്തുകൊണ്ട് പാർട്ടി നടപടി എടുത്തില്ല? BJPയുടെ ഒരു മന്ത്രിയുമായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പാടില്ല,
ആ ബിസിനസ് പാർട്ടിക്ക് അപമതിപ്പ് എന്നൊരു വാക്കുണ്ടല്ലോ. അല്ല, കമ്പനിയിലെ ഷെയർ ഹോൾഡർ മാത്രമാണ് എൻ്റെ ഭാര്യ എന്ന് ഇ പി നേരത്തെ പറഞ്ഞിരുന്നു. ഒരു കമ്പനിക്ക് ആരോഗ്യമായിട്ട് ബിസിനസ്. അത് തന്നെയാണ് പിണറായിക്ക് പറ്റിയ പ്രശ്നം. പിണറായി മകളുടെ കമ്പനി ഉണ്ടാക്കിയത് ഭാര്യയുടെ പെൻഷൻ ആനുകൂല്യം കൊണ്ടാണെന്ന് നിയമസഭയിൽ പറഞ്ഞു. അപ്പോൾ ഈ കമ്പനി രൂപീകരണവും ലാഭം ഉണ്ടാക്കലും ഷെയർ വിൽക്കലും മേടിക്കലും ഒക്കെയാണിപ്പോൾ പാർട്ടി ലൈഫ്. അല്ലാതെ ബഹുജന സംഘടനകൾ പ്രവർത്തിക്കലോ അല്ലെങ്കിൽ അവരുടെ ജീവിതം നടത്തലോ ഒന്നുമല്ല. അല്ല, CPM ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമല്ലേ, ഇത്ര വലിയൊരു ആരോപണം അത് ഉന്നയിക്കാൻ ഈ വോട്ടെടുപ്പിൻ്റെ തലേന്ന് വരെ കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു? നിശബ്ദ പ്രചരണത്തിൻ്റെ അതേ അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഞാനിപ്പോൾ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതായിരിക്കാം ഡീല്. അവസാന നിമിഷം ഈ ആരോപണം പൊട്ടിക്കുക. അല്ല, അതുകൊണ്ട് ആർക്ക് നേട്ടം? അതിനുള്ളതായിരിക്കും UDF-ന് നേട്ടം കിട്ടും. അതിനുള്ളതായിരിക്കും ഡീല്. LDF-നെ തകർക്കുക, അതാണോ? LDF-നെ തകർക്കലാണല്ലോ ഡീല്. LDF-നെ തകർത്ത് തീയിട്ടിട്ട് EP ജയരാജൻ ഇറങ്ങി BJP-ലേക്ക് പോകേണ്ടതുണ്ടോ? പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യാലോ. എന്തായാലും LDF-നെ പൊളിച്ചു തരാം എന്ന് പറഞ്ഞ് 30 വെള്ളിക്കാശ് വാങ്ങിയ ആളാണ് EP ജയരാജൻ. ആ ജയരാജനെ തള്ളാൻ പറ്റാതെ നിർനിമേഷനായി നിൽക്കുന്ന ഒരു ധൃതരാഷ്ട്ര സ്ഥാനത്താണ് ഇപ്പോൾ ആരുള്ളത്? പിണറായി. അതാണല്ലോ ദുശാസനെയും ദുര്യോധനെയും നിയന്ത്രിച്ചില്ലല്ലോ ധൃതരാഷ്ട്രർ. അദ്ദേഹം പിന്നെ വലിയ കഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് പിള്ളേർ പലതും ചെയ്യും എന്നുള്ള മട്ടിൽ. അപ്പോൾ പിണറായി ഒരു ധർമ്മസങ്കടത്തിലാണ്. അയാൾ പലതും ഇയാളെ കൊണ്ട് ജയിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ EP ജയരാജൻ കയറിക്കൂടിയില്ല എന്നത് തന്നെയാണ് പിണറായിയോടുള്ള ജയരാജൻ. സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ലല്ലോ. സ്ഥാനാർത്ഥിത്വം പോലും കൊടുത്തില്ല. EP ജയരാജനെ സ്ഥാനാർത്ഥിയാക്കിയില്ല. അത് കഴിഞ്ഞപ്പോൾ EP ജയരാജനെ പാർട്ടി സെക്രട്ടറി ആക്കിയില്ല. പാർട്ടി സെക്രട്ടറി ആക്കാമെന്നൊരു മോഹം കൊടുത്തിരുന്നു. മോഹം അർഹനാണല്ലോ. അതെ, അസത്തിൽ എം വി ഗോവിന്ദനേക്കാളും സീനിയർ ആണല്ലോ. പക്ഷെ കൊടുത്താൽ ഇതല്ലായിരുന്നു, പാർട്ടി സെക്രട്ടറി തന്നെ BJP-യിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് CPM അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊരാക്കുടുക്കിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് നാളെ മറ്റന്നാളായിട്ട് കാണാം. തീർച്ചയായിട്ടും UDF-ന് ഇതിൻ്റെ നേട്ടം കിട്ടുമോ ഈ വോട്ടെടുപ്പിൽ? UDF-ന് ഇപ്പം ഇതിൻ്റെ ഒരു നേട്ടം മാത്രം കിട്ടേണ്ടതിൽ എന്തായാലും എതിർ ക്യാമ്പിലുണ്ടാവുന്ന ഒരു വലിയ കൺഫ്യൂഷൻ. പക്ഷെ ഡീല് നടന്നിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ഒരു പക്ഷേ വടകരയും UDF-ൻ്റെ കൈമോശം വരുന്ന സീറ്റുകളാവില്ലേ? ഞാനൊരു കാര്യം, എനിക്ക് CPM-ൻ്റെ അണികളെക്കുറിച്ച് ഈ നേതാക്കന്മാരെ കുറിച്ചുള്ള മതിപ്പല്ല ഉള്ളത്. CPM-ൻ്റെ അണികൾ ആരാ? ചുമട്ടുകാർ, ഓട്ടോറിക്ഷക്കാർ, തൊഴിലാളികൾ, ജീവനക്കാർ അല്ലേ, സാധാരണ ജീവനക്കാർ, അവരാണല്ലോ, അവരുടെ കുടുംബങ്ങൾ അല്ലേ. അതെ, അവരൊന്നും ഇവരെ കണ്ടിട്ടൊന്നല്ല. അവരാർക്കെങ്കിലും വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇവിടെ തരൂരിനാ ചെയ്യുക. എന്തിന്? ഈ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാതിരിക്കാൻ. അല്ല, അതപ്പം വോട്ട് മറിക്കുന്നൊരു പരിപാടി. മറിക്കല്ല, അവരുടെ ഒരു ഇഷ്ടത്തിന്. എനിക്കറിയാം, നേരിട്ട് ഉച്ച കഴിഞ്ഞല്ലോ, നേരിട്ട് ഇതിനകം തന്നെ പലരും ഇനി അടുത്ത ഇലക്ഷൻ അത് വെച്ചിട്ട് ഞങ്ങൾ കാത്തിരിക്കണ്ട അവരുടെ വോട്ട്. അതും ഞാൻ പറഞ്ഞേക്കാം. ഇപ്പം എനിക്ക് അടുത്തറിയുന്ന ചില ആളുകൾ എന്നോട് പറഞ്ഞു, CP ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്കാണ് വോട്ട് ചെയ്യുന്നത്, പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ LDF-നെ ചെയ്യും. അങ്ങ് വിശ്വസിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും LDF-ലെ ഒരു വിഭാഗം BJP-ആയി മാറുമോ? ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ IPL മാറി കളിക്കുമല്ലോ. ഇപ്പോൾ പണ്ടൊക്കെ കക്ഷി ബന്ധങ്ങളാണ് മാറുന്നത്, ഇപ്പോൾ കളിക്കാരാണ് മാറുന്നത് അല്ലേ? ശരിയാണോ? അതെ. അപ്പോൾ IPL കണ്ടിട്ട് ഇവർ പഠിച്ചതാണോ, ഇവരെ കണ്ടിട്ട് IPL പഠിച്ചാണോ എന്നറിയില്ല. IPL പേര് നോക്കിയപ്പോൾ കളിക്കാരെ നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പോൾ മെസ്സി ഒരു സ്ഥലത്ത് കളിക്കുന്നു, റൊണാൾഡോ വേറെ സ്ഥലത്ത് കളിക്കുന്നു, പിറ്റേഴ്സൺ രണ്ടാളും കൂടെ ഒരു ടീമിൽ കളിക്കുന്നു, പിന്നെ അവർ വേറെ 2 ടീമിലേക്കും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒരു IPL ലേലം നടക്കും. അപ്പോൾ അതിൽ തൻ്റെ ഇടമുള്ളവരും നട്ടലുള്ളവരും അവരുടെ രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ കൂടെ നിൽക്കും. ഭിക്ഷാന്തേഹികൾ ഇപ്പോൾ അനിൽ ആൻ്റണി വരെ പോയില്ലേ, പത്മജ വേണുഗോപാൽ പോയില്ലേ. ഞാൻ പത്മജ വേണുഗോപാലിനെ അനിൽ ആൻ്റണിക്ക് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് അനിൽ ആൻ്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞു. 4.5 ലക്ഷം വോട്ട് അനിൽ ആൻ്റണി പിടിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് നല്ല ആത്മവിശ്വാസത്തിൽ. ഞാൻ അനിൽ ആൻ്റണി ആഫ്റ്റർ ഓൾ ആൻ്റണിയുടെ മോനാണല്ലോ. അതുകൊണ്ട് കഴിവുള്ള ചെറുപ്പക്കാരനാണ്, എന്തുള്ള നല്ല കഴിവുണ്ട്. ഫൂൾ ഓഫ് ദ 3rd grade
അനിൽ ആന്റണി. പക്ഷെ പ്രധാനമന്ത്രിക്ക് വലിയ കാര്യമാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കാര്യവും മോശം എന്നാൽ കൂട്ടിയാൽ മതി. ഈ പാപി ശിവനും പോലെ വിഡ്ഢികളെയാണ് അങ്ങേര് കൊണ്ടു നടക്കേണ്ടതെങ്കിൽ എനിക്ക് BJP യുടെ ഒരു തമാശ എന്താ തോന്നുന്നത് അറിയോ? ഇപ്പം അനിൽ ആന്റണി BJP യുടെ അഖിലേന്ത്യാ പോളിസി കമ്മിറ്റി മെമ്പർ സെക്രട്ടറി ഒക്കെയാണ്. അതിൽ 13 പേരുടെ അതിൻ്റെ സെക്രട്ടറി എന്നൊക്കെ പറയണത്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ BJP. നമ്മളൊക്കെ വിചാരിച്ച് BJP നമ്മുടെ ശത്രുവാണെങ്കിലും വലിയ സംഭവമാണല്ലേ വിചാരിച്ചത്. ഈ അനിൽ ആന്റണിക്ക് ഇരിക്കാവുന്നൊരു സ്ഥലമാണോ BJP ഭാരവാഹി സ്ഥാനം? കഴിഞ്ഞാലേ അനിൽ ആന്റണി ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂ. എനിക്കതിൻ്റെ കാര്യമില്ല. ഇപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ആരാ? ഇപ്പം ഇപ്പോഴത്തെ സുരേന്ദ്രൻ, ഇപ്പോഴത്തെ ആൾ, അതിനു മുമ്പ് കൃഷ്ണദാസ്, ഇപ്പോൾ ഇവിടെ കോഴിക്കോട് മത്സരിക്കുന്ന MT രമേശ്, ശ്രീധരൻപിള്ള. അല്ല, MT രമേശ്, ശ്രീധരൻപിള്ള ഓരോരുത്തർ എടുത്ത് നോക്കിയാൽ നല്ല മികച്ച നേതാക്കൾ. അതെ അല്ല ഞാൻ അപ്പം അവർ തന്നെ അവിടെ ഈ സെൻട്രൽ കമ്മിറ്റിയിൽ എത്താൻ കിടന്ന് പാടുപെടുക. അപ്പോഴാണ് മുൻ BJP സംസ്ഥാന പ്രസിഡന്റ് ഒരു സീറ്റ് കിട്ടാനും ഒരു കേന്ദ്രത്തിൻ്റെ ഒരു ഭാരവാഹി ആവാനൊന്നും പറ്റാതെ ഇപ്പോൾ കൃഷ്ണദാസൊക്കെ ഈ റെയിൽവേയുടെ അഡ്വൈസറിയുടെ എന്താണ് ആയിട്ടുള്ളത്, ബോർഡ് മെമ്പർ. നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. ആ അപ്പോൾ അപ്പോഴാണ് ഇപ്പോൾ കൃഷ്ണദാസ് അനിൽ ആന്റണിനെ സാറേ എന്ന് വിളിക്കണ്ടേ, അല്ലെങ്കിൽ അനിൽ ആന്റണി ജി എന്ന് നീട്ടി വിളിക്കണം. അല്ല, അതൊരു പരസ്പര ബഹുമാനം. അല്ല, ജിക്ക് നീട്ടാൻ വേണം. ഇപ്പൊ EPG എന്ന് വിളിക്കേണ്ടി വരും എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രോളുകൾ വരും. ചിറ്റപ്പൻ എന്നുള്ള പേര് മാറ്റി ആളുകൾ സെറ്റപ്പനാക്കി. ഞാൻ പരിഹസിക്കാൻ പറയുന്നതല്ല. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ലേലം നടക്കും. അത് കഴിയട്ടെ. രാഷ്ട്രീയം കോൺഗ്രസിൽ നിന്നും കുറച്ച് പേര് പോവായിരിക്കും. അല്ല, രണ്ടാൾ പോയല്ലോ. നമ്മളിപ്പോൾ പോയില്ല എന്നുകൊണ്ട് കാര്യമുണ്ടോ? പക്ഷേ ആ പോയവരുടെ കൂടെ നിഴൽ പോലും പോയില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിച്ചു. തൃശ്ശൂരൊക്കെ പത്മജ പോയിട്ട് സ്വയമോഹൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പത്മജ ഇഫക്റ്റ് എന്നൊരു സംഗതി തൃശ്ശൂരുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ വലിയൊരു നേട്ടമല്ലേ? പിന്നെ അവിടെ വന്ന് നിന്നതാരാ? മുരളീധരൻ. അതെ, അങ്ങ് ചർച്ച ചെയ്യാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട്. EP ജയരാജൻ BJPയിലേക്ക് ചേരാൻ 90% സാധ്യത നിലനിൽക്കെ, ചർച്ചകൾ വിജയിച്ച് നിൽക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് വീണ്ടും പാർട്ടി ഭയപ്പെടുത്തി പിന്നോട്ട് തിരിച്ചതെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് അങ്ങ് വിശ്വസനീയമായി എടുക്കാവോ ആ വാക്കുകൾ? ഞാനതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുന്നില്ല. പോയാൽ കൊല്ലപ്പെടുമായിരുന്നോ? എനിക്ക് അറിഞ്ഞൂടാ അതൊരു കാര്യം. നമ്മളെന്തിനാ പറയുന്നത്? ശോഭാ സുരേന്ദ്രൻ ഇത്തിരിയൊക്കെ കൈ നേടുന്ന ഒരാളാണ്. കൊല്ലാനുള്ള ധൈര്യമൊന്നും പാർട്ടിക്ക് ഉണ്ടാവില്ല. അല്ല, അതിപ്പോൾ ഞാൻ അതിന് കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം അതൊരു ജീവമരണ വിഷയമായതുകൊണ്ടേ. അല്ല, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ അവസാന നിമിഷം വരെ EP ജയരാജൻ്റെ പേര് ശോഭ വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തിൻ്റെ ജീവൻ പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. EPക്ക് ഇതൊന്നുമല്ല. EPയുമായിട്ടുള്ള, ഞാൻ ആവർത്തിക്കുകയാണ്, EPയും ശോഭയും ദല്ലാളും ഒക്കെ ആയിട്ടുള്ള കരാറെന്ന് ഞാൻ സംശയിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് LDFനെ പൊളിച്ചു തരാമെന്നുള്ളതാണ്. അതാരുമായിട്ട്? UDFുമായിട്ടുള്ള കരാറാണോ? BJPയും ഈ വിഭാഗമായിട്ട്. അല്ല, ദല്ലാൾ അനിൽ ആന്റണിക്കെതിരെ സംസാരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ. അതൊക്കെ ശരി. ശോഭ ദല്ലാളൊന്നും അല്ലല്ലോ ഇതിലത്തെ ആള്. ജാവേദ്കർ അല്ലേ ദല്ലാൾ? എവിടെയാ ജാവേദ്കർ? എവിടെ? ദല്ലാളിനെ കുറിച്ച് ഞാൻ ഇവിടെ സംസാരിക്കുന്നേ ഇല്ല. അതൊക്കെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഈ പൂച്ച പുന്നൊരുക്കുന്നിടത്തിരിക്കുമ്പോൾ പല കാര്യവും മനസ്സിലാക്കുന്ന ഒരാൾ. ഞാൻ അദ്ദേഹത്തെ അറിയില്ല, അദ്ദേഹത്തിന് പല രഹസ്യങ്ങളും അറിയാം. പക്ഷെ ഇവിടെ പ്രശ്നം ആരാണ്? ശോഭാ സുരേന്ദ്രനും ജാവേദ്കറുമാണ് പ്രശ്നം, അല്ലേ? അതിലേക്ക് ദല്ലാളിനെ കുട്ടിക്കുഴയ്ക്കണ്ട. അപ്പം ജാവേദ്കർ EP ജയരാജൻ്റെ മകൻ്റെ പിറന്നാളിനന്ന് അവിടെ EP ജയരാജനെ കാണാനെത്തി എന്ന് ജയരാജൻ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വെളിപ്പെടുത്തിയതിലൂടെ അത് ജയരാജൻ്റെ കരാറ് പൂർത്തിയായി. കൺഫ്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി സമാധാനമായി BJPയിലേക്ക് അദ്ദേഹത്തിന് പോകാം. എങ്ങനെ? റെഡ്യൂസ്ഡ് LDFനെ അട്ടിച്ചതിന് ശേഷം ഇനി അദ്ദേഹത്തിന് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പറഞ്ഞാൽ പോരെ? ഇത് ജയരാജന് പക്ഷെ 6 മണിക്ക് പറഞ്ഞാൽ പോലെ. രാവിലെ തന്നെ പിണറായി തള്ളി പറഞ്ഞു. എൻ്റെ ക്വസ്റ്റ്യൻ അതല്ല. ജാവേദ്കർ എൻ്റെ വീട്ടിൽ വന്നു എന്നുള്ളത് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് പറയുന്നതിന് പകരം എന്തിന് അത് കാലത്ത് പറഞ്ഞു? അത് പിണറായി വിജയനെയും പാർട്ടിയെയും തകർക്കാൻ വേണ്ടി തന്നെ അല്ലേ? അതെ, അത് പണ്ട് അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ ഒരു വോട്ടെടുപ്പ് ദിവസം പോയതുപോലെ. എക്സാക്ട്ലി.
നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിന് അച്യുതാനന്ദൻ എന്തിനു പോയി എന്നിട്ട് ഇവരെല്ലാം ബഹളം ഉണ്ടാക്കിയല്ലോ. അതെ, വേറെ ദിവസം പോകായിരുന്നല്ലോ എന്നാണല്ലോ എന്ന് ചോദിച്ചത്. അതെ, വോട്ടെടുപ്പ് കഴിഞ്ഞ് 5 മണിക്ക് പോകാൻ 5 മണിക്ക് പോകായിരുന്നല്ലോ. അതെ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDFനെ പരാജയപ്പെടണം. ഈ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് എൻ്റെ ശിഷ്യനായ TP ചന്ദ്രശേഖരനെ നിങ്ങൾ കൊന്നതെങ്കിൽ നിങ്ങൾ അനുഭവിക്കും. അതെ, എന്നതുപോലെ തന്നെയാണ് ഇന്ന് കാലത്ത് പറയുന്നതിന് പകരം 6 മണിക്കുള്ള പത്രസമ്മേളനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർക്കും UDF കൺവീനർക്കും എപ്പോൾ വേണമെങ്കിൽ പത്രസമ്മേളനം വിളിച്ചൂടെ? അല്ല, അതൊരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര തുറന്ന മനസ്സാണോ? ഇതാണ് കരാർ. ഞാൻ സംശയിക്കുന്നു, ഞാൻ 40-45 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ സംശയിക്കുന്നു ഇതാണ് കരാർ. അപ്പോൾ അതിന് എന്താണോ ഏതെങ്കിലും ഒരു ഡീൽ നടക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീലിൽ പണമുണ്ട്. അതാണല്ലോ സ്വന്തം സ്ഥലം വാങ്ങിച്ചല്ലോ രാജീവ് ചന്ദ്രശേഖരനോട് മത്സരിക്കുകയാണ്. അതെ. അപ്പോൾ ഇവിടെ LDFൽ നിന്ന് തകർന്ന വോട്ടുകൾ BJPക്ക് കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഈ പാവങ്ങൾ ഈ കരാറുണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുക എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ വലിയ അട്ടിമറിക്കുള്ളൊരു നീക്കമാണ് നടന്നത്. അട്ടിമറി, അതായത് സ്വന്തം പാർട്ടിയെ ബോംബ് വെച്ച് തകർക്കുക എന്ന അട്ടിമറിയാണ് EP ജയരാജൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുമ്പിൽ നിർനിമേഷനായി നിൽക്കേണ്ട ഗതികേടാണ് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് 5 മണിക്ക് മുമ്പ് നടപടി എടുക്കണം. അടിയന്തര പോളിറ്റ് ബ്യൂറോ യോഗം ഡൽഹിയിൽ ചേരാൻ ഇപ്പോൾ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇന്നത്തെ സൂം വെച്ചിട്ട്? അല്ലേ? അല്ല, ഇപ്പോൾ അത്ര തിരക്കില്ല. ഇന്ന് ഇപ്പോൾ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നു. CPMന് ഇപ്പോൾ ആകെ ശക്തിയുള്ള ഒരു സംസ്ഥാനം കേരളം. ഞങ്ങൾ തിരിച്ചാലോചിച്ച് നോക്ക്. EP ജയരാജൻ ജാവേദ്കറെ കണ്ടു. ആ കണ്ടത് പാർട്ടി അറിഞ്ഞിട്ടല്ല. അതുകൊണ്ട് ഞങ്ങളിനി യാതൊരു നിലയ്ക്കും നോക്കുന്നില്ല എന്ന് ഉച്ചയ്ക്ക് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ CPMന് കുറച്ച് ആൾക്കാർ വോട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം CPMൻ്റെ ആളുകൾ എൻ്റെ സ്വയമോനെ സ്തബ്ധരായിരിക്കുകയാണ്. എനിക്ക് അവരായിട്ടൊക്കെ സാമാന്യമായ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർ പറഞ്ഞ എന്താണ് സഖാവേ ഞങ്ങൾ കേൾക്കുന്നത്? ഞങ്ങൾ നുള്ളി നോക്കി ചിലത് ഇത് ശരിക്കും സ്വപ്നമാണോ? ഇവിടെ അനിൽ ആൻ്റണി പോയി, പത്മജ പോയി എന്നുകൊണ്ട് വലിയ സന്തുഷ്ടരായിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ സഖാക്കൾ. അപ്പോൾ നമ്മുടെ കാലിനടിയിലെ മണ്ണ് മാത്രമല്ല കല്ലുകളും ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് CPM ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടിരിക്കുന്നു. അത് കാലാകാലമായി CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വികൃതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അത് നിയന്ത്രിക്കേണ്ടത് പിണറായിയാണ്. പിണറായിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹവും ഈ കൈ അമ്മിയുടെ അടിയിൽ പെട്ടു എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അമ്മിക്കല്ല് കയ്യിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എടുക്കാൻ പറ്റില്ല. പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. എടുത്താൽ കൈ പൊട്ടും എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹവും ഒരു വലിയ പ്രതിസന്ധിയിലാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് ഇതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും കാണാം. വളരെ നന്ദി ശ്രീ CP ജോൺ. നന്ദി, നമസ്കാരം.